മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഉന്നതമായ പർവ്വതാനുഭവം സ്വന്തമാക്കുക എന്നത് ശ്രേഷ്ഠമായ ഒന്നാണ്. ഉത്തുംഗ ജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞത വേദനാജനകവും കർത്തവ്യങ്ങൾ യഥാവിധി നിർവഹിക്കുന്നതിന് തടസ്സമായി മാറുന്നതുമാണ്. ദൈവസാന്നിധ്യം അത്ഭുതാവഹമായി വെളിപ്പെടുത്തപ്പെടുമ്പോൾ ക്ഷണത്തിൽ തന്നെ ദർശനത്തെ തിരിച്ചറിയുകയും ഒരിക്കലും അതിനെ അലക്ഷ്യമായി കാണുവാനും ഇടയാകരുത്. മാത്രവുമല്ല, ജീവിതയാത്രയിൽ നമുക്ക് അനുഭവവേദ്യമായ ദൈവം നമുക്ക് കാട്ടിത്തന്ന ദിവ്യാനുഭവത്തെ ഗിരിസിൻകാനുഭവത്തെ പ്രായോഗികമാക്കുന്നതിൽ അതീവ ജാഗ്രത കാട്ടുന്നവരുമാകണം. ഉന്നതമായ പ്രതലത്തിൽ നിന്നുമുള്ള വീക്ഷണത്തിൽ ചക്രവാളങ്ങൾ വിശാലമായി കാണപ്പെടുന്നു. മരണനിഴൽ താഴ്വരകളും ജീവിതത്തെ അധികം അപകടത്തിലേക്ക് നയിക്കുന്ന കാഴ്ചകളും വിരസമായി തിരിഞ്ഞുമറിഞ്ഞു പോകുന്ന പാതകളും ഹഠാത് ആകർഷിക്കുന്ന കാഴ്ചകളും നാശകരമായ സംഭവങ്ങളും നിരീക്ഷിച്ചറിയുവാൻ പർവ്വത നിരീക്ഷണം സഹായിക്കുന്നു. നാം കടന്നു പോകുന്ന ജീവിതയാത്രയിൽ നാം സൂക്ഷ്മതയുള്ളവരും എങ്ങോട്ട്, എന്തിന്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നമ്മെ സദാ ഭരിക്കേണ്ടതുമാണ്. ക്രിസ്തീയ ജീവിതം താഴ്വരകളുടെയും പർവ്വതങ്ങളുടെയും അനുഭവങ്ങൾ നിറഞ്ഞതാണ്. താരനിബിഡമായ ആകാശത്തിൽ ദൂരദർശിനിക്ക് പോലും വെളിപ്പെടുത്തുവാൻ സാധിക്കാത്ത നിലയിൽ ദൈവമഹത്വം ദർശിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞു. മരുഭൂമിയിൽ കല്ല് തലയിണയായി വെച്ചുറങ്ങിയ യാക്കോബ് കോവണിയുടെ ദർശനം കണ്ടു. യോസേഫിന് പ്രാരംഭ സമയത്തുണ്ടായിരുന്ന സ്വപ്നങ്ങൾ തനിക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തന്നെ സൂക്ഷിച്ചു. ജീവിതത്തിൻ്റെ 1/3 ഭാഗം മരുഭൂമിയിൽ വെച്ച് കഴിച്ചുകൂട്ടിയ മോശ, ദൈവമേ, നിന്റെ മഹത്വം എന്നെ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യോബിൻ്റെ ദർശനം ദൈവം തന്നെ ഉയർത്തുവാൻ ഇടയാക്കി. ഓർക്കുക, ഒരു നാവികൻ എല്ലാ ദിവസവും നക്ഷത്രങ്ങളെയും സൂര്യനെയും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒന്ന് താൻ ദർശിക്കുമ്പോൾ താനത് നിരീക്ഷണ വിധേയമാക്കുകയും പ്രത്യക്ഷപ്പെട്ട വെളിച്ചം ലാക്കാക്കി കപ്പൽ യാത്ര പ്രത്യാശയോടെ തുടരുകയും ചെയ്യുന്നു. ഇരുളുമൂടിയ ഇടവഴികളിൽ കൂടി നടക്കേണ്ടി വരുമ്പോൾ ദൈവത്തെ ഓർക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവിക ദർശനത്തിൻ്റെ വെളിച്ചം നൽകുന്നവനാണ് കർത്താവ്. തീർച്ചയായും നമുക്കും ഏറ്റുപറയുവാൻ കഴിയും, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാരം മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നുവെന്ന്. He walks in glory on the hills and longs for men to join him there. മഹത്വവാനായ പർവ്വതത്തിൽ ഉലാത്തുന്ന കർത്താവിനോടൊത്ത് നാമും നടക്കേണ്ടതിന് നമ്മെക്കുറിച്ച് വാഞ്ചിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.